ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയതായിട്ട് നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ പ്ലാന്റ്സ് അയക്കുക DTDC വഴി മാത്രമായിരിക്കും. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അതുപോലെ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക, അതല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ ചെയ്താൽ മതി. പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയച്ചു തരും. അത് ട്രാക്ക് ചെയ്ത് പ്ലാന്റ്സ് എത്രയും വേഗം തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലാന്റ് സൈസും അതോടൊപ്പം തന്നെ റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ കൃത്യമായിട്ട് DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. അതുപോലെ കോൺടാക്ട് നമ്പറും നിർബന്ധമായിട്ടും അയക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ചൈനീസ് പേരയാണ്. ചെറിയ ലീഫോട് കൂടി വരുന്ന ഒരു വെറൈറ്റി പേരയാണിത്. നമുക്കിതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും വളർത്താം. നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്ലാന്റ് തന്നെ. അപ്പോൾ ഇതിൻ്റെ കായ്കൾ നല്ലൊരു ഗ്രീൻ കളറാണ്. പഴുത്ത് കഴിയുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്ട്രോബെറി ആണ്. സ്ട്രോബെറിയുടെ തൈകളാണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. സ്ട്രോബെറി നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂക്കുകയും അതുപോലെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. ഒരുപാട് വലുപ്പമൊന്നും കായ്കൾക്ക് ഉണ്ടാവില്ല. ഈ കാണുന്ന വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 60 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരുന്നത് ലൂബിക്ക അല്ലെങ്കിൽ ലോലോലിക്ക എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു നാടൻ ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അതുപോലെ ഇത് എയർ ലെയർ ചെയ്ത പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സീഡ്ലെസ് ചാമ്പയുടെ തൈകളാണ്. ഇതും എയർ ലെയർ ചെയ്ത പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്കൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നമ്മുടെ നാടൻ ചാമ്പ പോലെ തന്നെയാണ് കായ്കൾ, പക്ഷേ സീഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിനും 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മൗത്ത് ഫ്രഷ്നർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ നമ്മൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു പ്ലാന്റ്. ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് മുൻപ് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്ന പ്ലാന്റ്സ് തന്നെയാണ്. ഇപ്പോൾ കുറച്ചധികം പ്ലാന്റ് എത്തിയിട്ടുണ്ട്. ബുഷ് ഓറഞ്ച് ആണ്, അല്ലെങ്കിൽ ചൈനീസ് ഓറഞ്ച് എന്നും പറയാറുണ്ട്. ഇതുപോലെ കായ്കളും അതുപോലെ പൂക്കളും ഒക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക നെല്ലിയാണ്. നെല്ലിയുടെയും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ഊതിൻ്റെ തൈകളാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് എത്തുന്നത്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒലിവിൻ്റെ തൈകളാണ്. ചെറിയ തൈകളാണ്, ഒരുപാട് വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയ ടൈപ്പ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ചന്ദനത്തിൻ്റെ തൈകളാണ്. ചന്ദനവും നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത്തവണ നമുക്ക് പ്ലാന്റ്സ് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക ഇസ്രായേൽ ഓറഞ്ചിൻ്റെ തൈകളാണ്. കഴിഞ്ഞ തവണ കുറച്ച് പേർക്ക് നമുക്ക് പ്ലാന്റ്സ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 160 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക ബേറാപ്പിൾ ആണ്. ഗ്രീൻ ബേറാപ്പിളിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇത്തവണ നമുക്ക് റേറ്റ് വരുന്നത് 110 രൂപയാണ്. മുൻപ് 160-നായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. ഇത്തവണ 110 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക അർക്കാക്കിരൺ പേരയാണ്. അർക്കാക്കിരണിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസ് അല്പം കൂടി വലിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയായിരിക്കും റേറ്റ് വരിക.
അടുത്തത് ബ്ലാക്ക് സൂർനാം ചെറിയുടെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 130 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക സ്വീറ്റ് ഓറഞ്ചിൻ്റെ തൈകളാണ്. സ്വീറ്റ് ഓറഞ്ചിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയാണ്. പക്ഷേ നിലവിൽ പ്ലാന്റ്സിൽ കായ്കൾ ഉണ്ടാവില്ല. കായ്കളില്ലാത്ത പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ കാണുന്ന സൈസായിരിക്കും പ്ലാന്റ് വരിക. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 220 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും പ്ലാൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്നും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ ഓർഡർ ചെയ്തോളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.